ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കരുണയെ കമലേശ്വരത്തെ വെറും ഒരു അടുക്കളക്കാരിയാക്കി മാറ്റി നല്ലൊരു ശിക്ഷ തന്നെയാണ് കണ്ണനും മഹിയും ചേർന്ന് കൊടുക്കുന്നത്. പിന്നീട് കരുണ കരഞ്ഞുകൊണ്ട് തറവാട്ടിലേക്ക് കയറി ചെല്ലുന്നു. കരുണയെ കണ്ട് കാര്യം തിരക്കുന്നുണ്ട് മുത്തശ്ശി. പ്രതാപനും ഈ സമയം അവിടേക്ക് വരുന്നുണ്ട്. എന്നെ ഒരു രാജകുമാരിയെ പോലെ വാഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അച്ഛൻ അവിടേക്ക് പറഞ്ഞു വിട്ടത്. എന്നിട്ട് അവിടുത്തെ ജോലികൾ മുഴുവൻ ചെയ്യേണ്ട ഒരവസ്ഥയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അതും അച്ഛൻ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപന് നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കരുണ. എടി മോഹിനി, നീ ലക്ഷ്മിയോട് ഒന്ന് പറ, മോളെ ഇങ്ങനെ ശിക്ഷിക്കരുതെന്ന് പ്രതാപം പറയുമ്പോൾ, ഇങ്ങനെ ഒരു രഹസ്യം മൂടി വെച്ചതിന് സ്വന്തം കുഞ്ഞാണ് എൻ്റെ മോളുടെ വയറ്റിൽ കിടക്കുന്നത് എന്ന് പോലും ചിന്തിക്കാതെയാണ് കണ്ണൻ മോളോട് അകലം പാലിച്ചത്. അതുകൊണ്ട് മോള് വിചാരിച്ചാലും രക്ഷയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി കൈയൊഴിയുന്നു. ഇത് കണ്ണൻ മോനോട് ചെയ്യുന്ന ഒരു പ്രായശ്ചിത്തമായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി എന്ന് മോഹിനി പറയുന്നുണ്ട്. ഇതേ സമയം മഹി വിളിച്ചിട്ട്, പണിയൊന്നും എടുക്കാതെ ഇവിടെ നിന്ന് മുങ്ങി നിന്റെ വീട്ടിൽ പോയി നിൽക്കാനാണ് നീ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ ഇപ്പം തന്നെ അവിടെ പോലീസ് എത്തുമെന്നും പിന്നെ നിന്റെ അച്ഛനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹി വീണ്ടും കരുണയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് കേട്ട് പേടിച്ച് കരുണ വീണ്ടും പ്രതാപനെ കുറ്റപ്പെടുത്തി കമലേശ്വരത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഉണ്ണിക്കും ദുർഗയ്ക്കൊക്കെ കരുണ ഇങ്ങനെ പത്തി താഴ്ത്തി നിൽക്കുന്നതിൽ നല്ല ഡൗട്ട് തോന്നുന്നുണ്ട്. മഹി വരുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്ന ഉണ്ണിക്കും ദുർഗയ്ക്കൊക്കെ ചുട്ട മറുപടി തന്നെയാണ് മഹി കൊടുക്കുന്നത്. എൻ്റെ തീരുമാനത്തിനനുസരിച്ച് ഞാൻ പോകൂ എന്നും മഹി പറയുന്നു. ഇതേ സമയം കരുണ എത്തുന്നുണ്ട്. തന്നോട് ചോദിക്കാതെ തറവാട്ടിലേക്ക് പോയതിൽ കരുണയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് മഹി പറയുന്നതിനൊന്നും ഒരക്ഷരം പോലും എതിർത്ത് പറയാതെ ഒരു ദാസിയെ പോലെ മഹിയുടെ പുറകെ പോകുന്ന കരുണയെ കണ്ട് കരുണ ഇങ്ങനെ അവരെ അനുസരിക്കണമെങ്കിൽ എന്തോ അതിന് പിന്നിൽ തക്കതായിട്ടുള്ള ഒരു കാരണമുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി ദുർഗയോട്. പിന്നീട് കരുണയുടെ ഈ അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിയാതെ പ്രതാപനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഒരു കളിക്ക് ഇറങ്ങി പുറപ്പെടുകയാണെന്ന് വാമനോട് പറയുന്നു. എന്നാലും അവരെന്നെ ജയിലിൽ കയറ്റും, അപ്പോൾ പിന്നെ ഇതും കൂടി അതിലങ്ങ് കിടക്കട്ടെ എന്നും പ്രതാപൻ പറയുന്നുണ്ട്. കണ്ണൻ എൻ്റെ മോളെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്ന കണ്ണനോടും മഹാലക്ഷ്മിയോടും അതിനുള്ള പ്രതികാരം ഞാൻ തീർക്കുമെന്നും പ്രതാപൻ പറയുമ്പോൾ, താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വാമൻ ചോദിക്കുമ്പോൾ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഒരു സ്വാമിയുടെ വേഷം ധരിച്ച് എത്തുകയാണ് കേട്ടോ പ്രതാപൻ ചെയ്യുന്നത്. അതിനുശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങി ശീലിച്ചിരുന്ന കരുണയ്ക്കാണെങ്കിൽ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ജോലികൾ ഓരോന്നായിട്ട് ചെയ്യേണ്ടി വരുന്നു. മഹിയോട് മറുത്തൊരക്ഷരം പോലും പറയാൻ കഴിയാത്ത കരുണയ്ക്ക് എല്ലാം അനുസരിക്കേണ്ടി വരുന്നുണ്ട്. മഹി വന്നിട്ട് ഒരു ചാർട്ട് ഞാൻ തയ്യാറാക്കി തന്നിരുന്നല്ലോ, അതനുസരിച്ച് വേണം പോവാൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ലഞ്ചും എല്ലാം നീ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ, ലക്ഷ്മി നീ കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കതൊരു ഹെൽപ്പ് ആകുമായിരുന്നു എന്ന് പറയുമ്പോൾ, നിനക്ക് തന്ന ചാർട്ടിൽ ചേരുവകൾ ചേർക്കേണ്ട കണക്കെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയും ഞാനും ഒക്കെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നീ ആ പരിസരത്ത് പോലും വരാറില്ലല്ലോ, അതുകൊണ്ട് നീ തന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. സഹായത്തിന് നിനക്ക് വേണമെങ്കിൽ നിൻ്റെ ഭർത്താവിനെ വിളിക്കാം, അവനും ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ശേഷം കരുണ വാമനെ വിളിക്കുന്നു. എന്നിട്ട് എൻ്റെ സ്വന്തം വീട്ടിൽ വെള്ളം കുടിക്കാനല്ലാതെ അടുക്കളയുടെ പരിസരത്ത് പോലും ഞാൻ പോവാറില്ല. പക്ഷേ ഇവിടെ കിടന്ന് ഞാനിപ്പോൾ കഷ്ടപ്പെടുകയാണ്. എല്ലാത്തിനും കാരണം അമ്മാവനാണ്. ഇങ്ങനെ ജീവിച്ചു പോകാൻ എനിക്ക് പറ്റില്ല. സഹി കേട്ടാൽ എൻ്റെ അച്ഛന് കൊട്ടേഷൻ കൊടുത്തത് അമ്മാവനാണെന്ന് ഞാൻ എല്ലാവരോടും പറയും. അമ്മാവൻ മാത്രമായിട്ട് സുഖിക്കാനായിട്ട് ഞാൻ അങ്ങനെ അനുവദിക്കില്ല എന്നെല്ലാം കരുണ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞ 50,000 രൂപ എത്രയും പെട്ടെന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടണമെന്നും കരുണ ഭീഷണിപ്പെടുത്തുന്നുണ്ട് വാമനെ. അപ്പോൾ ഇത് കേൾക്കുന്ന വാമനാണെങ്കിൽ മോളെ എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും എടുക്കാതെ ഞാൻ ഏതായാലും മഹാലക്ഷ്മിയോടൊന്ന് സംസാരിക്കാം, അതുവരെ മോളൊന്ന് അടങ്ങുക എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ. തുടർന്ന് വാമൻ ചെന്ന് മഹാലക്ഷ്മിയെ കാണുന്നു. അച്ഛൻ രണ്ടാണെങ്കിലും കരുണ നിൻ്റെ സ്വന്തം അനിയത്തി തന്നെയല്ലേ മോളെ, അവളെ ഇങ്ങനെ അടുക്കളക്കാരിയാക്കി കഷ്ടപ്പെടുത്തുന്നത് കണ്ടിട്ട് മോൾക്ക് വിഷമമൊന്നും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അവളെ എൻ്റെ അനിയത്തിയാണെങ്കിലും സ്വന്തം ചേച്ചിയാണെന്നുള്ള ഒരു സ്നേഹമോ ബഹുമാനമോ അവൾക്ക് എന്നോടില്ല. പിന്നെ ഇക്കാര്യത്തിൽ കണ്ണേട്ടൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കാനേ എനിക്ക് പറ്റൂ. കാരണം കണ്ണേട്ടൻ്റെ അച്ഛനെ അയാളാണ് ലോറി കയറ്റി കൊന്നത്. അത് വെച്ച് നോക്കുമ്പോൾ അയാളെ ജയിലിലേക്കാണ് പറഞ്ഞു വിടേണ്ടത്. കരുണ ഈ അനുഭവിക്കുന്നതൊക്കെ കണ്ണേട്ടൻ കൊടുക്കുന്ന ചെറിയ ശിക്ഷയായിട്ട് കണ്ടാൽ മതി. അല്ല, അമ്മാവൻ എന്തിനാ ഇതിൽ ഇത്ര താല്പര്യം കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊരു താല്പര്യവും ഇല്ല മോളെ. കരുണ മോളെ വിളിച്ച് സങ്കടം പറഞ്ഞപ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമദേവൻ. അയാൾ കാണണം സ്വന്തം കൺമുന്നിൽ കിടന്ന് അയാളുടെ മോള് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തീരുമാനത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോവില്ല എന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ മഹി. ശേഷം
ഒരു ആക്സിഡൻറ്റിലൂടെയാണ് പ്രതാപൻ കണ്ണൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കണ്ണൻ അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ ഇതാണെങ്കിൽ പ്രതാപൻ കൊട്ടേഷൻ കൊടുത്ത് വിശ്വനാഥനെ കൊല്ലിച്ചത് ഞാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് എന്നെങ്ങാനും കണ്ണൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നെ ജീവനോടെ കുഴിച്ചു മൂടും എന്നൊക്കെ ആലോചിച്ച് വാമദേവനാണെങ്കിൽ വല്ലാത്ത പേടിയാവുന്നുണ്ട്. അതിനുശേഷം സ്വാമിജിയുടെ വേഷം കെട്ടി പ്രതാപൻ കമലേശ്വരത്ത് എത്തുന്നു. കണ്ണനെയും മഹാലക്ഷ്മിയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചതി പ്ലാൻ ചെയ്തുകൊണ്ടാണ് അയാൾ വരുന്നത്. അവിടെ എത്തുന്നതും കരുണ വീട്ടുജോലികളെല്ലാം ചെയ്യുന്നത് നേരിൽ കണ്ട് കണ്ണുകൾ നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ പ്രതാപൻ്റെ. സ്വാമിമാരോട് വല്ലാത്ത ഭക്തിയും ബഹുമാനമൊക്കെയുള്ള മഹിയാണെങ്കിൽ വന്നിരിക്കുന്നത് പ്രതാപനാണെന്ന് അറിയാതെ അയാളെ സ്വീകരിച്ചിരുത്തുന്നു. മാത്രമല്ല താൻ എന്നും അമ്പലത്തിൽ വെച്ച് കാണാറുള്ള സിദ്ധിയായിട്ടുള്ള അമ്മയും ഒരു സന്യാസിനിയെ പോലെ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ വന്നിരിക്കുന്ന ആ ചതി അറിയാതെ പ്രതാപനെ ഭക്തിപൂർവ്വം സ്വീകരിക്കുന്നുണ്ട് കേട്ടോ മഹി. മാത്രമല്ല അന്ന് വിഷം ചേർത്ത പായസം ശരീരത്തിലേക്ക് ചെല്ലുന്നതിന് മുൻപ് തന്നെ രക്ഷിച്ചതും ഒരു സ്വാമിയായിരുന്നല്ലോ. അപ്പോൾ എല്ലാം കൂടി ഓർത്തപ്പോൾ മഹിക്ക് വല്ലാത്തൊരു വിശ്വാസവും ഭക്തിയൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. പ്രതാപനാണെങ്കിലും കണ്ണനെയും മഹാലക്ഷ്മിയെയും വിശ്വാസത്തിലെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. പ്രതാപൻ്റെ വരവിൻ്റെ ഉദ്ദേശം രണ്ടാണ്. ഒന്ന് കണ്ണനെയും മഹാലക്ഷ്മിയെയും ചതിപ്രയോഗത്തിലൂടെ കൊലപ്പെടുത്തുക. അതുമാത്രമല്ല കണ്ണൻ നടന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യവും കണ്ടെത്തുക എന്ന് തന്നെയാണ് പ്രതാപൻ്റെ വരവിൻ്റെ ഉദ്ദേശം. അങ്ങനെ പ്രതാപനാണെങ്കിൽ ഇത് പൂജിച്ച ഭസ്മമാണെന്നും ഈ സമയത്ത് മോള് മാത്രമല്ല മോനുമൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജിച്ച ഭസ്മാണെന്ന് പറഞ്ഞുകൊണ്ട് വിഷം ചേർത്ത പൊടി അവർക്ക് നൽകുന്നുണ്ട്. പക്ഷേ എല്ലാ തവണത്തെയും പോലെ പ്രതാപൻ്റെ ചതികളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. കണ്ണൻ തന്നെ അയാളുടെ മുഖം മൂടി വലിച്ചു കീറുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്